അല്ലാഹുവിനുവേണ്ടി മരിക്കാൻ യുവാക്കളെ പഠിപ്പിച്ച രാജ്യത്ത് ഇന്ന് ആയിരങ്ങൾ ക്രിസ്തുവിങ്കലേക്ക് വരുന്നു. 1978 ഇറാനിയൻ വിപ്ലവം മുതൽ രക്തസാക്ഷിത്വത്തിന്റെ കണക്കുകളിലൂടെയാണ് ഇറാനിലെ ഷിയ ഭരണകൂടം യുവാക്കളെ പഠിപ്പിച്ചതും വളർത്തിയെടുത്തതും. അല്ലാഹുവിനുവേണ്ടി മരിക്കുന്നത് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായി യുവാക്കളെ പഠിപ്പിച്ചു. ആയിരക്കണക്കിന് യുവാക്കൾ രക്തസാക്ഷികളായി. എന്നാൽ ഇപ്പോൾ ഈ രാജ്യത്ത് ആയിരക്കണക്കിന് മോസ്കുകൾ അടച്ചുപൂട്ടുകയും ഭരണകൂടത്തിന്റെ പിടിയിൽ നിന്നും ജനങ്ങൾ അകന്നുമാറുന്ന കാഴ്ചകളുമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ വിപ്ലവത്തിന്റെ തുടക്കത്തിൽ വളർന്നുവന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു മുഹമ്മദ് എന്ന ഇറാൻ പൗരൻ. മുഹമ്മദിന്റെ കുടുംബത്തിൽ ചിലർ രക്തസാക്ഷികളായി മരിച്ചിരുന്നു. അതിനാൽ സമൂഹത്തിൽ സ്വാഭാവികമായും ആദരവ് ലഭിച്ചിരുന്നത് യുവാക്കളെ കൂടുതൽ പ്രചോദിപ്പിച്ചിരുന്നു. സ്വർഗത്തിലേക്കുള്ള ഏക ഉറപ്പായ മാർഗം രക്തസാക്ഷിത്വമാണെന്ന് ചെറുപ്പക്കാരെ പഠിപ്പിച്ചു. അങ്ങനെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ സൈനിക സേവനം പൂർത്തിയാക്കിയതിനുശേഷം 21-കാരനായ മുഹമ്മദിന് തന്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത പ്രത്യക്ഷപ്പെട്ടു. തങ്ങളുടെ ആചാരത്തിന്റെ അർത്ഥം തിരയാൻ തുടങ്ങി. ഇതിനിടയിൽ റസൂൽ എന്ന ഒരു അടുത്ത സുഹൃത്ത് യേശുവിനെക്കുറിച്ച് അവനോട് സംസാരിച്ചു. മനുഷ്യവർഗത്തിന്റെ പാപത്തിനു പരിഹാരം യേശുക്രിസ്തു മാത്രമാണെന്നും അവനിലൂടെ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനം ഉള്ളുവെന്നും റസൂൽ വിശദീകരിച്ചു. തുടർന്ന് അവന് ആദ്യമായി കേട്ട യേശുവിനുവേണ്ടി ജീവിതം സമർപ്പിച്ചു. തുടർന്ന് രഹസ്യമായി ക്രിസ്ത്യാനികളുമായി കൂടിക്കാഴ്ച നടത്തി തിരുവചനം പഠിച്ചു. മുഹമ്മദ് തന്റെ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവച്ചപ്പോൾ വലിയ ഭീഷണിയും എതിർപ്പുമുണ്ടായി. ഇതേ തുടർന്ന് മുഹമ്മദ് യുഎസിൽ അഭയം തേടി. ഇന്ന് മുഹമ്മദ് ഇറാനിയൻ ക്രിസ്ത്യൻസ് ഇന്റർനാഷണലിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. ഇറാനിലും മുസ്ലിം ലോകത്തുടനീളമുള്ള സുവിശേഷീകരണം രഹസ്യസഭകൾ ഇറാനിലും വിവിധയിടങ്ങളിലുമായി സ്ഥാപിക്കപ്പെട്ടു. സമീപ വർഷങ്ങളിൽ ഇറാനിൽ 50,000-തോളം മോസ്കുകൾ അടച്ചുപൂട്ടിയതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം 2026 ആരംഭത്തിൽ ഇറാനിലെ പ്രതിഷേധങ്ങൾ ഇറാനി ഇസ്ലാമിക ആരാധനാലയങ്ങൾ കത്തിക്കുന്ന സംഭവങ്ങൾ വരെയുണ്ടായി. ഒരു കാലത്ത് യുവാക്കളെ മരിക്കാൻ പരിശീലിപ്പിച്ച രാജ്യത്താണ് ആയിരക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിൽ പുതിയ ജീവിതം കണ്ടെത്തുന്നതിനും സാക്ഷ്യം വഹിക്കുന്നതിനും കാരണമാകുന്നതായി മുഹമ്മദ് വ്യക്തമാക്കുന്നു.